നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ കുടുംബത്തിലെ പ്രാരാബ്ദം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാം തൻ്റെ തോളിലേറ്റി അതെല്ലാം തീർക്കുമെന്ന വിശ്വാസത്തോടെ മണലാരണ്യങ്ങളിലേക്ക് നമ്മുടെ പ്രവാസികൾ ചേക്കേറുന്നത്. ഒരുപക്ഷെ അവർക്ക് വർഷങ്ങൾ പിന്നിട്ടാൽ മാത്രമേ താൻ സ്വപ്നം കണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. എന്നാൽ ഇതൊന്നും നടക്കാതെ പോകുന്നതും ചില പ്രവാസികളുടെ ജീവിതാനുഭവങ്ങളിലൂടെ നാം കേട്ടറിഞ്ഞതാണ്. ഇപ്പോഴിതാ പുറത്തേക്ക് വരുന്ന ഒരു വാർത്ത. കാണാതായി 3 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ പ്രവാസി മലയാളി തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു സിനിമയെ വെല്ലുന്ന ജീവിതകഥ. ഒപ്പം നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ ബെന്യാമിന്റെ ആടുജീവിതവുമായി ചില സമാനതകൾ നമ്മൾ കണ്ടെന്നും വരാം. 3 വർഷം മുമ്പ് റിയാദിൽ കാണാതായ കണ്ണൂർ അഞ്ചരക്കണ്ടി പുത്തൻപുര വയലിൽ അബ്ദുൽ ലത്തീഫ് സഖീന ദമ്പതികളുടെ മകൻ സഹീമിനെ കണ്ടെത്തിയിരിക്കുകയാണ്. 2016 ഡിസംബർ 13 ബത്ഹയിലെ സ്വകാര്യ ട്രാവൽസിലേക്ക് ജോലിക്ക് പോകവേ വഴിതെറ്റിയ സമീഹിനെ ചിലർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഗൂഗിൾ മാപ്പ് വെച്ച് ഓഫീസിലേക്ക് പോകുന്നതിനിടെ ഫോണിന്റെ ബാറ്ററി തീർന്നതോടെ വഴിയും മുട്ടി. തുടർന്ന് റോഡരികിൽ കണ്ട 2 പേരോട് വഴി ചോദിക്കുകയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ വഴി കാട്ടാനായി കാറിൽ കയറിയ സംഘം പണവും മൊബൈലും തട്ടിയെടുത്ത് തന്നെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് കാറുമായി കടന്നു കളയുകയായിരുന്നുവെന്ന് സമീഹ് പറയുകയാണ്. മരുഭൂമിയിൽ ഏറെ അലഞ്ഞു തിരിഞ്ഞ സമീഹ് എത്തിപ്പെട്ടത് ഒരു കൃഷിത്തോട്ടത്തിലായിരുന്നു. അവിടെയായിരുന്നു ഇത്രയും കാലം. മസറിലേക്ക്, അതായത് മരുഭൂമിയിൽ ആടുകളും ഇടയനും താമസിക്കുന്ന സ്ഥലം. ഇവിടെ വെള്ളം കൊണ്ടുവന്ന ട്രക്ക് ഡ്രൈവറോട് തന്റെ ദുരവസ്ഥ വിവരിച്ചതോടെയാണ് രക്ഷപ്പെടാൻ വഴി തെളിഞ്ഞത് തന്നെ. അയാളുടെ വാഹനത്തിൽ കയറി റിയാദിലെത്തിയ ശേഷം അവിടെ കണ്ട ബംഗാളിയുടെ ഫോണിൽ നിന്ന് സഹോദരൻ ഷഫീറിനെ വിളിച്ച് കാര്യം പറയുകയായിരുന്നു. ഓർക്കണം, 3 വർഷം നരകയാതനകൾ അനുഭവിച്ചു വീട്ടുകാരെയോ ഉറ്റ സുഹൃത്തുക്കളെയോ പോലും ഒരു വിവരവും അറിയിക്കാനാകാതെ, ആരുടെയും ആശ്വാസ വാക്ക് ലഭിക്കാതെ തള്ളി നീക്കിയത് ഓർക്കുക. ഈ ചെറുപ്പക്കാരൻ 3 വർഷം കൊണ്ട് അനുഭവിച്ചു തീർത്ത നരകയാതനകൾ. തന്റെ കുടുംബത്തെയോ ഒപ്പം ഉറ്റ സുഹൃത്തുക്കളെയോ പോലും ഒന്നും അറിയിക്കാനാകാതെ, അവരിൽ നിന്നും ഒന്നും ലഭിക്കാതെ, അവരിലേക്ക് എത്തിച്ചേരാനാകാതെ ഈ യുവാവ് തള്ളി നീക്കിയത് 3 വർഷമാണ്. എന്നാൽ 3 വർഷത്തിന് ശേഷവും യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും അറിയിച്ചു കൊള്ളട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.